ഒടുവിൽ നവ്യയുടെ നിർബന്ധപ്രകാരം മൂർത്തി മുത്തശ്ശനും ആദർശം കൂടി അഭിയെ ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം ഏൽപ്പിക്കുകയാണല്ലോ. എന്നാൽ ഉള്ളിൽ ഒരുപാട് ദുഷ്ടബുദ്ധിയുമായി അവിടെ എത്തുന്ന അഭി തന്നെ നിയന്ത്രിക്കാനായി ആദർശ് മറ്റൊരു മാനേജറെ കൂടി നിയമിച്ചിരിക്കുന്നു എന്നറിയുന്നുണ്ട്. അങ്ങനെ തൻ്റെ പ്ലാനിംഗ് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാകുന്ന അഭിയാണെങ്കിൽ തനിക്ക് മുകളിലുള്ള ആ മാനേജറെ എങ്ങനെയും അവിടെ നിന്ന് പുറത്താക്കിയേ പറ്റൂ എന്ന് തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ആ ബ്രാഞ്ചിലെ തന്നെ മറ്റൊരു സ്റ്റാഫിനെ പല വാഗ്ദാനങ്ങളും നൽകി തൻ്റെ കൂടെ നിർത്താൻ അഭി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അഭിയുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്ന ആ മാനേജറോട് അഭിക്ക് ഉള്ളിൽ വല്ലാത്തൊരു നീരസം തോന്നുന്നുണ്ട്. ഈ ദേഷ്യമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അഭിയാണെങ്കിൽ അവസരം കിട്ടുമ്പോഴൊക്കെ ഈ മാനേജറെ മറ്റു സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ചിട്ട് വല്ലാതെ ഇൻസൾട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അയാൾ എന്തോ വല്ലാത്തൊരു കുറ്റം ചെയ്തതുപോലെയാണ് അഭി അയാളോട് പെരുമാറുന്നതൊക്കെ. പലപ്പോഴായി അഭി അയാളോട് പറയുന്നുണ്ട്, താൻ ഇവിടുത്തെ വെറും ശമ്പളക്കാരൻ മാത്രമാണ്, എന്നാൽ ഞാൻ ഇവിടുത്തെ ജനറൽ മാനേജർ മാത്രമല്ല, മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമകൻ കൂടിയാണ് ഞാൻ. അതായത് ഈ കാണുന്ന സ്വത്തുക്കളിലെല്ലാം എനിക്കും അവകാശമുണ്ട്. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. എന്നെ കൂടുതൽ ഉപദേശിച്ച് കാര്യങ്ങൾ നന്നാക്കാനൊന്നും താൻ വരണ്ട. ശമ്പളക്കാരൻ്റെ ജോലി മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇയാൾക്കാണെങ്കിൽ അഭിയുടെ സ്വഭാവം നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് മാത്രമല്ല, അഭി ഈ ബ്രാഞ്ചിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ മാനേജറാണെങ്കിൽ അപ്പോൾ തന്നെ ആദർശിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് നവ്യയാണെങ്കിൽ അഭിയുടെ ഉള്ളിലെ ദുഷ്ടതകളൊന്നും തിരിച്ചറിയാതെ അഭി പറയുന്നതൊക്കെയും കണ്ണും പൂട്ടി വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നവ്യ കുറേ നാളായി അഭിയോട് പറയുവാണല്ലോ അവളുടെ കയ്യിലെ പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയ സ്വർണം മേടിക്കണമെന്ന്. അങ്ങനെ വീണ്ടും നവ്യ അഭിയോട് സ്വർണത്തെക്കുറിച്ച് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന അഭിയാണെങ്കിൽ നവ്യയോട് പറയുവാണ്, നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നവ്യയെ, തിരക്കിനിടയിൽ ഞാനത് മറന്നുപോയതാ. എന്തായാലും നീ ആ സ്വർണം എടുത്ത് ഞാനതൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ നവ്യ ആ സ്വർണം മുഴുവൻ എടുത്തിട്ട് അഭിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. സ്വർണം എടുത്ത് നോക്കിയിട്ട് അഭി നവ്യയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇത് മുഴുവനും മുത്തശ്ശിയുടെ സ്വർണ്ണമല്ലേ? അപ്പം നവ്യ പറയുന്നുണ്ട്, അതെ, ഇത് മുഴുവനും മുത്തശ്ശി എനിക്ക് സമ്മാനമായി തന്നതാണ് അഭി. ഇതിലെ ചില മാലയും വളയുമാണ് മാറ്റി വാങ്ങേണ്ടത്. അതിനാ ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞത്. അങ്ങനെ ആ സ്വർണം മുഴുവൻ എടുത്തു നോക്കുന്ന അഭിയാണെങ്കിലും മനസ്സിൽ ചിന്തിക്കുവാണ്, ഇത് മുഴുവനും നല്ല ഒന്നാന്തരം സ്വർണ്ണമാണ്, നല്ല മായം കലരാത്ത സ്വർണം. ഈ സ്വർണം മുഴുവനും മറിച്ച് വിറ്റ് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കയ്യിലെത്തും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സ്വർണത്തെക്കുറിച്ച് ഇവളെന്തായാലും മറ്റാരോടും ഒന്നും പറയാനും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് ഇതൊന്നും ഉപയോഗിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. ഇനി ഇതിന് പകരം ഇവൾ മുക്കുപണ്ടം ഉപയോഗിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കള്ളച്ചിരിയോടെ അഭി നവ്യയോട് പറയുവാണ്, ഇത് ചിലതല്ല നവ്യയെ, മുഴുവനും മാറ്റി വാങ്ങണം. മുത്തശ്ശിയുടെ സ്വർണ്ണം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരുപാട് കാലം മുമ്പുള്ളതാണ്. പുതിയ കുറേ ഡിസൈൻസ് ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നിനക്ക് ചേരുന്നത് നോക്കി ഒക്കെ മാറ്റി വാങ്ങിയേക്കാം. അതിനായിട്ട് നീ വരണമെന്നില്ല, എൻ്റെ കയ്യിൽ തന്നാൽ മതി. നിനക്കുള്ള സ്വർണം ഞാൻ തന്നെ മാറ്റിയെടുത്തേക്കാം എന്ന് പറയുന്നുണ്ട് അഭി. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ അഭി, ഞാൻ കൂടി വരുന്നതല്ലേ നല്ലത്? എനിക്ക് വേണ്ടിയല്ലേ സ്വർണം മേടിക്കുന്നത്? നീ വരണ്ട. ഇനി നിനക്കെന്നെ വിശ്വാസമല്ലെങ്കിൽ ഈ സ്വർണം മുഴുവൻ ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കാം. അല്ലെങ്കിൽ ഞാൻ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും നിനക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഞാൻ നിനക്കായിട്ട് എന്ത് ചെയ്തിട്ടും അർത്ഥവുമില്ല. നീ നിൻ്റെ അനിയത്തിയെ കണ്ടു പഠിക്ക്. ഭർത്താവ് എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് അവൾ ശ്രമിക്കുന്നത്. അപ്പം നവ്യ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചൂടാവലേ അഭി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നീ ഇത് പിടിച്ച് എനിക്കുള്ള സ്വർണം നീ തന്നെ മേടിച്ചാൽ മതി. എനിക്ക് നിന്നെ വിശ്വാസമാണ് അഭി എന്ന് പറയുന്നുണ്ട്. വിശ്വാസമാണെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞ് ആ സ്വർണം വാങ്ങുന്ന അഭിയാണെങ്കിൽ നവ്യയോട് പറയുന്നുണ്ട്, നവ്യെ, ആ നയനെ ഡിസൈൻ ചെയ്യുന്നതിനേക്കാൾ നല്ല പുതുപുത്തൻ ഡിസൈൻസ് തന്നെയാകും ഞാൻ നിനക്കായിട്ട് സെലക്ട് ചെയ്യുന്നത്. നീ ഇപ്പോൾ എൻ്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും കൂടിയാണ്. അങ്ങനെയുള്ളപ്പോൾ നീ ആരുടെ മുന്നിലും ചെറുതാകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അന്നേരം നവ്യ പറയുന്നുണ്ട്, എനിക്കറിയാം അഭി, നീ ഇപ്പോൾ എന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടുത്തെ മറ്റു 2 കൊച്ചുമക്കളെക്കാളും ഉയരത്തിൽ തന്നെയാണ് നിൻ്റെ സ്ഥാനം. പക്ഷേ ഇത് കേൾക്കുന്ന അഭിയാണെങ്കിൽ നവ്യയെ പറ്റിച്ച് ആ സ്വർണ്ണം മുഴുവനും സ്വന്തമാക്കിയതിൻ്റെ സന്തോഷത്തിൽ ഉള്ളിൽ പൊട്ടിച്ചിരിക്കുവാണ്.